എല്ലാവർക്കും നമസ്കാരം. കുഞ്ചാക്കോ ബോബൻ നായകനായ പുതിയ സിനിമ ഗിർ, ആ സിനിമ കണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ എനിക്ക് വളരെ ഒരു നെഗറ്റീവ് അനുഭവമാണ് തോന്നിയത്. അപ്പോൾ സിനിമയെ ഞാൻ ഒരിക്കലും താറടിച്ച് കാണിക്കുകയല്ല. ഞാൻ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്ന, മുകേഷ് ഏട്ടൻ കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുഞ്ചാക്കോ ബോബൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൊട്ടപ്പടം എന്ന് തന്നെ എനിക്കിതിനെ പറയേണ്ടി വരും. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു യഥാർത്ഥ സംഭവമായിട്ട് സിനിമ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരിൽ യാതൊരു തരത്തിലുള്ള ആകാംക്ഷയും ഉണ്ടാക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. യാതൊരു രീതിയിലും കണക്ഷൻ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. രണ്ട് പ്രധാന കഥാപാത്രങ്ങളായിട്ട് കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മൂടുമാണ് അഭിനയിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ റെജിമോൻ നാടാർ എന്ന് പറയുന്ന കഥാപാത്രം സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത് ചാടുന്നതും, ഹരിദാസ് നായർ എന്ന് പറയുന്ന സുരാജിന്റെ കഥാപാത്രം ആ സിംഹക്കൂട്ടിൽ നിന്ന് ഈ റെജിമോൻ നാടാറെ രക്ഷിക്കാനായിട്ട് വരുന്നതും തുടർന്നുണ്ടാവുന്ന ആ ഒരു സംഭവവും, ഇവർ മൂന്നുപേരും, ആ സിംഹവും ഈ രണ്ട് കഥാപാത്രങ്ങളുമായിട്ടുള്ള രംഗങ്ങളാണുള്ളത്. തുടക്കമൊക്കെ പടം കാണുമ്പോഴത്തേക്ക് കഥയിലേക്ക് ഇനി വരും എന്നുള്ള തോന്നലാണ് ഉണ്ടായത്. കഥ മൃഗശാലയിൽ വീഴുമ്പോഴത്തേക്ക് കഥ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കണ്ടത്. കുറച്ചൊക്കെ ലാഗടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇവരുടെ കുടുംബ പശ്ചാത്തലവും മറ്റുമൊക്കെ കാണിച്ച് മുമ്പോട്ട് പോവുകയായിരിക്കും എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ മുന്നോട്ട് പോയതിന് ശേഷവും കഥയിൽ ഒരു വേഗത കൊണ്ടുവരുന്നതിന് സംവിധായകന് കഴിഞ്ഞിട്ടില്ല. പിന്നെ സിംഹക്കൂട്ടിൽ കുറേ ഗ്രാഫിക്സ് ഒന്നും അല്ല, ഒറിജിനൽ സിംഹവുമായിട്ടാണ് ആഫ്രിക്കയിലൊക്കെ ഷൂട്ട് ചെയ്ത്, അത് നമ്മളെല്ലാവരും അതിന് മുമ്പ് തന്നെ കണ്ടിരുന്നു. പക്ഷെ അത് പ്ലേസ് ചെയ്ത രീതി പോലും, സിംഹത്തിന്റെ ഇത് ആഫ്രിക്കയിലും നമ്മുടെ കേരളത്തിലെ മൃഗശാലയിലെ രംഗങ്ങൾ കേരളത്തിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ വെച്ചാൽ ഒറിജിനൽ സിംഹത്തിനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതിന് നമുക്കൊരു കൈയ്യെടുക്കാം. പക്ഷെ കഥയിൽ യാതൊരു കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ഇത് എങ്ങനെയെങ്കിലും എന്തായി കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് അപ്പോൾ ഉണ്ടാവുന്നത്. ലോജിക്ക് മാറ്റി വയ്ക്കുക. ഒരു ഫൺ പടമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിചാരത്തിൽ കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും പടം മുമ്പോട്ട് പോയിട്ടില്ല. ആ മൃഗത്തിന്റെ ആ ഒരു സിംഹത്തിന്, ദൈവനോടുകൂടി സിംഹത്തിനെ കിട്ടിയിട്ട് ആ സിംഹത്തിനെ കൊണ്ട് പരിശീലിച്ച സിംഹമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സിംഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന രീതി പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു. അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. പിന്നെ കുറേ കഥാപാത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതിലെ കുറേ പോരായ്മകൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലാഗ് ഫീൽ ചെയ്യും, അങ്ങേയറ്റത്തെ ലാഗ്. ചില താരങ്ങളിലേക്ക് അഭിനയം കാണും. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന അഭിനയം എന്ന് പറയുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നുള്ള താരങ്ങളാണ്. ഇത്രയും എക്സ്പ്രഷൻ ഇടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞാൻ വേറെ ഇടത്തൊന്നും കണ്ടിട്ടില്ല. ആ രീതിയിലുള്ള എക്സ്പ്രഷൻ ആയിരുന്നു പല ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇടുന്നത്. പിന്നെ ലോജിക്കിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഒരു ഫൺ രീതിയിൽ നമുക്ക് അതിനെ കാണാം. എങ്കിൽ പോലും ഒരു കണക്ഷൻ, പിന്നെ കോമഡി എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പല കോമഡിയും പെട്ടെന്ന് ചിരി വരും. പക്ഷെ അതിലൊന്നും ഇല്ല, ആ രീതിയിലൊന്നും ഇല്ല. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കോമഡിയും നമുക്ക് അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. സുരാജ് കുറച്ച് കാലത്തിന് ശേഷം കോമഡി റോളിൽ വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി. സുരാജിന്റെയും കുഞ്ചാക്കോബന്റെ ചില എക്സ്പ്രഷനുകൾ, പ്രത്യേകിച്ച് മദ്യപിച്ച് വരുമ്പോഴും മയക്കുവെടി കേൾക്കുമ്പോഴും ഒക്കെ ഉള്ള കുറേ എക്സ്പ്രഷനുകളെല്ലാം കൊള്ളാമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിനായി. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മുമ്പോട്ട് പിന്നെ വിശാരടിയുണ്ട് ഒരു കഥാപാത്രമായിട്ട്. കുറേ പേരെ കളിയാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു തേങ്ങാസ്വാമി എന്ന് പറയുന്ന ആ രംഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ മന്ത്രിമാരെ കളിയാക്കിക്കൊണ്ട്, അതായത് ആംബുലൻസ് പോകുമ്പോഴും മന്ത്രിക്ക് വേണ്ടി ആംബുലൻസിനെ തടഞ്ഞിടുന്ന രംഗങ്ങൾ, അതൊക്കെ നമ്മുടെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ ഈ സിംഹക്കൂട്ടിൽ നിന്ന് ഇവരെ രക്ഷിച്ചതിന് ശേഷം, അപ്പോൾ സിനിമ അവിടെ അവസാനിപ്പിച്ചതിന് കുറച്ചുകൂടി ഇത്രയും മോശം എന്ന് പറയേണ്ടി വരത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകരെ വെറും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള കുറേ പൊട്ടത്തരങ്ങളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ പിന്നെ എന്താണ്, എങ്ങനെയോ തീർത്ത്, ഇത് എങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. ആ രീതിയിലായിപ്പോയി. JK പോലുള്ള സംവിധായകനിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ സിനിമ ഈ അടുത്ത് കണ്ടതിൽ, ഈ വർഷം ഞാൻ റിവ്യൂ ചെയ്തു, ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആളല്ല. പക്ഷേ ഈ അടുത്ത് കണ്ട സിനിമകളിൽ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയായിപ്പോയി. ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ സിംഹക്കൂടിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള രംഗങ്ങൾ ഒരു ലോജിക്കിന്റെ പുറത്തോ ഒന്നിന്റെ പുറത്തോ ഒരു ഫണ്ണിന്റെ പുറത്തോ ഒന്നും
നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ രംഗങ്ങൾ, അതൊക്കെ എന്തിനാണെന്ന് തന്നെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ജയേഷ് നായരാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജയേഷ് നായർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, കാര്യം എഡിറ്റിംഗ് ടേബിളിലാണല്ലോ ഇതിൻ്റെ അകത്തുള്ള പ്രധാന കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റിങ്ങും കൃത്യമായിട്ട് നമുക്ക് അത് എഡിറ്റിംഗ് ആണ് എന്നുള്ള ബോധ്യം വരും. ചില സിനിമകളിലൊക്കെ നമുക്ക് എഡിറ്റിംഗ് ആണെന്ന് തോന്നരുത്. VFX ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടിരുന്നത്. പക്ഷേ VFX ഇല്ലാതെ ഒറിജിനലായിട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിവേക് ഹർഷനാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. വിവേകിന്റെ എഡിറ്റിംഗ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഗാനങ്ങളുടെ കാര്യം, ഗാനങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ഗാനങ്ങളും, അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് നാൾ മുമ്പ്, അതായത് നമ്മുടെ സൂപ്പറാണ് എന്ന് മുമ്പ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ആ സംഭവം ഇപ്പോൾ ഒരു ഗാനമായിട്ട് അവസാനം കാണിക്കുന്നുണ്ട്. പലരും അത് കണ്ടു കാണും. എന്ത് ബോറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ദേവിക്ക് ഇതിനേക്കാളും മികച്ച രീതിയിൽ അതിൻ്റെ അകത്തുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. അവൻ നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി, അവൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന ചില വീഡിയോകളുടെ അതേ ക്വാളിറ്റി മാത്രമുള്ള കുറച്ച് ഗാനമാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. വളരെ മോശം അഭിപ്രായമാണ് ആ ഗാനത്തെക്കുറിച്ചും എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ ഗിർ എന്ന് പറഞ്ഞാൽ, അതായത് പല്ല് ഒഴിഞ്ഞ ഒരു സിംഹത്തിൻ്റെ അലർച്ച പോലെയാണ് എനിക്കിത് തോന്നിയത്. യാതൊരു വിധത്തിലും ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ ഈ സിനിമ പറ്റിയില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത പോലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ മനസ്സ് നമുക്കറിയാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കുട്ടികളുമായി പോയി സിനിമ കാണുക. അവർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാരണമെന്നും കമൻറ്റ് ബോക്സിൽ തരിക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ.